അതായത് മത്സ്യത്തൊഴിലാളി ആവശ്യപ്പെടുന്ന, അതായത് മണൽ കയറി വരുന്ന സമയത്ത്, അതായത് പൊഴി ഇങ്ങനെ മൂടി വരുന്ന സമയത്ത് സർക്കാരിനോട് ഈ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു കേട്ടോ, ഇത് മൂടും മുൻപേ അതായത് ഈ മണൽ മാറ്റി തരിക എന്ന് കേട്ടോ. പക്ഷേ ഗവൺമെൻറ് അത് മുഖവിലേക്ക് എടുത്തില്ല കേട്ടോ. അതായത് അപ്രതീക്ഷിതമായിട്ട്, അതായത് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ആണ് ഇവർ മുന്നോട്ട് വന്ന്. കാരണം ഇതേപോലുള്ള ഇത് ഒരു ഡ്രഡ്ജിങ് യന്ത്രം ആദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ മണൽ ഇവിടെ നിന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റാമായിരുന്നു കേട്ടോ, മാറ്റാമായിരുന്നു. അങ്ങനെ മാറ്റാൻ വന്നപ്പോൾ ഈ പൊഴി പെട്ടെന്ന് മൂടുകയും ചെയ്തു കേട്ടോ. അപ്പോഴും മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കേട്ടോ. അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു പ്രക്ഷോഭത്തിലോട്ട് മത്സ്യത്തൊഴിലാളി നീങ്ങുന്ന ഒരവസ്ഥയല്ലേ വരുന്നത് കേട്ടോ. അപ്പോഴും കാരണം ഇങ്ങനെ ഒരു സമരവും മറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ് ശരിക്കും അതായത് മത്സ്യത്തൊഴിലാളിയെ ഒരു നല്ലൊരു കാഴ്ചപ്പാടിൽ അവർ കണ്ടിട്ടില്ല കേട്ടോ. ഇത് കമ്മീഷൻ ചെയ്തപ്പോൾ തന്നെ എല്ലാ വർഷവും 2 തവണ ജൂൺ ജൂലൈ മാസത്തെ ആ ഒരു വർക്ക് മനസ്സിലാക്കിയിട്ട് മാർച്ച് ഫെബ്രുവരി ഏപ്രിൽ ഈ 3 മാസം കൃത്യമായി ഡ്രഡ്ജിങ് നടത്തുമെന്ന് പറഞ്ഞിട്ട് ഈ ഡ്രഡ്ജിങ് ഓഗസ്റ്റ് വരെ നിലനിർത്തുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി ആഴം വരുന്നതിന് വേണ്ടിയിട്ടാണത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും ആ ഒരു അഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്തു. നവംബർ മുതൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും ഇവിടുത്തെ സമരസമിതി നേരിട്ടും രേഖാമൂലവും അറിയിച്ചതാണ്. നിലവിലെ സ്ഥിതി അനുസരിച്ച് നവംബർ മുതൽ തന്നെ അറിയിച്ചതാണ് മണൽ വീണ് തുടങ്ങുകയാണ്. അതുകൊണ്ട് സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തണം, ഡ്രഡ്ജിങ്ങിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന്. എന്നാൽ അദാനി നേരത്തെ ഉള്ള അദാനിയും സർക്കാരും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം പകുതിയെ ഡ്രഡ്ജിങ് നടത്തിയിട്ടുള്ളൂ അദാനി. അത് ഈ വർഷം നിർത്തി കൊണ്ടുപോയത് കൊണ്ട് അദാനിയുടെ ഭാഗത്തുനിന്ന് ഫണ്ട് കിട്ടിയാലേ സർക്കാർ ഡ്രഡ്ജിങ് നടത്തൂ എന്ന ഒരു പിടിവാശിയെടുത്തു. സർക്കാർ ഉറപ്പ് തന്നെയാണ് ഈ കാണുന്നത്, സർക്കാർ തന്ന ഉറപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഈ 2 മാസം കൊണ്ട് സർക്കാർ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രശ്നമായിട്ട് മുന്നോട്ട് പോയിട്ട് കാണാൻ ഒരു 3 മാസം പിന്നിടുന്നു കേട്ടോ. ഇതുവരെ മത്സ്യബന്ധനത്തിനോട്ട് പോയിട്ടില്ല കേട്ടോ. ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നതിന് ശേഷം കാലവർഷം തുടങ്ങിയപ്പോൾ ഇതങ്ങ് അങ്ങ് തുറന്ന് പോയി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും തുറന്നു പോയി നല്ല കണ്ടീഷനിൽ ഈ പൊഴി ഓടി കിട്ടിയ സമയത്ത്, കാരണം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയപ്പോൾ ആ സമയത്ത് മത്സ്യമില്ല കേട്ടോ. നമുക്ക് പോകേണ്ടത് ഈ പ്രശ്നം നടക്കുമ്പോൾ 2 മാസത്തിന് മുൻപെയാണ് ഈ മത്സ്യത്തൊഴിലാളി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതുപോലെ ഡ്രഡ്ജിങ് മെഷീൻ ഇവിടെ ഡ്രഡ്ജ് ചെയ്ത് ഈ മണൽ മാറ്റി യഥാസമയം മണൽ മാറ്റി കൊടുത്തിരുന്നു എങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ആ 2 മാസക്കാലം അവർ ഇത് ഫിഷിങ്ങിന് പോകുമായിരുന്നു കേട്ടോ. മീൻ പിടിക്കാൻ പോയി അവർക്ക് എന്തെങ്കിലും കടബാധ്യതകളോ മറ്റോ ഉണ്ടെങ്കിലോ മറ്റു കിട്ടുമായിരുന്നു, എല്ലാം തീർക്കാമായിരുന്നു കേട്ടോ. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ കാരണം ഇത്രയും ഒരു കഷ്ടത ഈ പ്രദേശം അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഈ മത്സ്യത്തൊഴിലാളികൾ ഇതുവരെ, കാരണം ഞങ്ങൾക്കൊരു വലിയൊരു ക്ഷാമം തന്നെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. ഇനി വരും കാലങ്ങളിൽ കാരണം മത്സ്യം കിട്ടുമെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പില്ല കേട്ടോ. എന്താണെന്നറിയാമോ, ഇപ്പോൾ ഈ രണ്ടാഴ്ചയായി കേട്ടോ ഈ പൊഴി ഓടി തുടങ്ങിയിട്ട് കേട്ടോ. ഓടി തുടങ്ങിയ സമയത്ത് തന്നെ ഈ വെള്ളം ഇങ്ങനെ പോയി ഒരുപാട് ഓരോ ദിവസവും കാരണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. 10,000, 25,000, 30,000 രൂപയ്ക്ക് ഈ പെട്രോൾ ചിലവ് ചെയ്തു. അങ്ങ് ഒരുപാട് പോയി ചുറ്റി വരുമ്പോൾ കാരണം മത്സ്യത്തെ കാണാത്തതുകൊണ്ട് അവർ തിരിച്ച് വീണ്ടും വരുന്നു കേട്ടോ. വീണ്ടും അവർ രാവിലെ പോവുകയാണ്. എന്താണെന്നറിയാമോ, പക്ഷേ മക്കളെ അവരുടെ പട്ടിണിക്കിടാൻ പറ്റുമോ? പക്ഷേ മാതാപിതാക്കളായ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ആ കടലിൽ പോയേ പറ്റുള്ളൂ കേട്ടോ. ഈ മത്സ്യത്തൊഴിലാളിക്ക് ശമ്പളം ഉണ്ടോ, സാലറി ഉണ്ടോ? അവരന്നു കണ്ടെത്തുന്നത് കാരണം ഈ വഴി പോംവഴി അവർക്കുള്ളൂ കേട്ടോ. ഈ പോംവഴി ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? 100% മൂടിയതിനു ശേഷമാണ് ഡ്രഡ്ജിങ് ആരംഭിച്ചത്. മറിച്ച് കരാർ പ്രകാരം ഉള്ള ഡ്രഡ്ജിങ് ഏതാത് മാസങ്ങളിൽ നടത്താമെന്നുള്ള നേരത്തെ കമ്മീഷൻ ചെയ്തപ്പോഴുള്ള കരാർ ഇവിടെ പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഡ്രഡ്ജിങ് ഇത്രയും ഇഷ്യൂവും ഉണ്ടാവില്ല. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി ഏകദേശം 10,000-ന് മുകളിൽ മത്സ്യത്തൊഴിലാളികളും അതുകൊണ്ട് ഉപജീവിത മാർഗം നടത്തി പോകുന്ന അനുബന്ധ തൊഴിലാളികളുടെ 10,000-ഓളം പേര് ഇവരുടെ എല്ലാം കുടുംബം ഇന്ന് പട്ടിണിയിലാവുന്നൊരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് വ്യക്തമായി പറഞ്ഞാൽ ഇത് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള ഒരു കെടുകാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ് മുതലപ്പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ നിലവിൽ ഈ പട്ടിണിയിലേക്കും പരിവട്ടനത്തിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനം വരുന്നു കേട്ടോ.
ഈ ട്രോളിംഗ് നിരോധനം വരുന്നു. അതെ, ട്രോളിംഗ് നിരോധനം വരുന്നു. ഈ കണ്ടീഷനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യും? സൗജന്യ റേഷൻ എന്ന് പറയുന്നത് അത് സൗജന്യ റേഷൻ എന്ന് പറയുന്നത് ആ സൗജന്യ റേഷൻ ഇല്ല. ഇത് ചോദിക്കാൻ ഇങ്ങനെ നീട്ടിപ്പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയം മുന്നോട്ടാണ് ഞങ്ങളുടെ ഭരണമാണ് ഭരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കയറി ഇന്ന് സംസാരിച്ചു, കാരണം ഗവൺമെൻറ് ഇതിലാണ് സംസാരിച്ചെന്ന് പറയുക. ഇല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയം വന്നു പോകും. നിങ്ങളുടെ ചോദ്യത്തിൽ രാഷ്ട്രീയം, കാരണം ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ, അതായത് സൗജന്യ റേഷൻ തരുന്നില്ലേ എന്ന്. സൗജന്യ റേഷൻ കൊണ്ട് അവിടെ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് അന്നന്ന് കാരണം വേവിച്ച് കഴിക്കാൻ റൈസ് മാത്രമല്ലേ കിട്ടുള്ളൂ. അത് പറ്റൂല. നിങ്ങളേത് എടുത്തു, കാരണം നമ്മുടെ ഭാഗത്ത് വന്നു പോകും കേട്ടോ. കാരണം നമ്മുടെ പാർട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണെന്ന് കണക്കാക്കും കേട്ടോ. കാരണം ഞങ്ങൾ കാലാകാലക്കാലം ഈ രാഷ്ട്രീയത്തെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ കേട്ടോ. പക്ഷേ മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയിൽ, കാരണം നമുക്ക് കഷ്ടത വരുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സ് തുറന്ന് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു പോകും കേട്ടോ. ഈ ഹാർബർ വന്നതിന് ശേഷം ഏതാണ്ട് എൻ്റെ ഓർമ്മയിൽ 73 മരണമെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് തിര അടിക്കുമ്പോഴത്തേക്ക് വള്ളം കൊണ്ട് ഓടി വന്ന് കല്ല് കയറിയാണ് ഇത് കമഴ്ന്ന് ആളുകളൊക്കെ എല്ലാം കല്ലിൻ്റെ ഇടയിൽ 5 പേര് പോയിട്ടുണ്ടായിരുന്നു. അതെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഇവിടെ നമുക്ക് പിന്നെ ഭാര്യയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര ശക്തിയായിട്ടാണ് കടലടിക്കുന്നത്. ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആണ് വലിയ കടൽ വരുന്നത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസം വലിയ കടൽ വരും. അപ്പോൾ ആ സമയത്ത് ജീവൻ പണയം വെച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ അപകടം സംഭവിച്ചാലും വീണ്ടും പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ്. ഇല്ല വർക്കൊന്നും ചെയ്തില്ല. അതുകൊണ്ട് അവർ അടിച്ചിട്ട് വെള്ളമാണ് കാണുന്നത്. വെള്ളമാണ് വരുന്നത്. വീണ്ടും ഒരു ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഏകദേശം 7 വർഷമായി ഡ്രഡ്ജിങ് ജോലികൾക്ക് ഏർപ്പെടാതെ കണ്ണൂർ അഴീക്കിൽ കിടന്ന ഒരു ഡ്രഡ്ജറാണ് കൊണ്ടുവന്നത്. ആ ഡ്രഡ്ജർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെയും അത് ഏകദേശം വന്നിട്ട് ഇന്നേക്ക് 50 ദിവസമാകുന്നു. ഈ 50 ദിവസത്തേക്ക് അവർ ചെയ്തിട്ടുള്ള വെറും 28 മണിക്കൂറത്തെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. 28 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 25 മണിക്കൂറും കൂടുതലും വെള്ളമാണ് അതിനകത്ത് പോയിട്ടുള്ളത്. വെറും 3 മണിക്കൂറിനുള്ള കൗണ്ട് അനുസരിച്ച് നമുക്ക് മണൽ പോയിട്ടുണ്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. നിലവിലെ അവസ്ഥയിൽ ഡ്രഡ്ജിങ് മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ്. Gracias.